പഞ്ചാബിൽ നിന്നും ഒരു വിഭാഗം കർഷക സംഘടനകൾ ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ച് താൽക്കാലികമായി നിർത്തിവെച്ചു. ഹരിയാന അതിർത്തിയിൽ ബാരിക്കേഡുകൾ പോലീസ് തടഞ്ഞിരുന്നു. അതേസമയം കർഷകരുമായുള്ള ചർച്ചയ്ക്കായി ഡൽഹിയിലെ വാതിലുകൾ തുറന്നിരിക്കുകയാണെന്നും കർഷകർ ആവശ്യപ്പെട്ടാൽ അവർക്കിടയിലേക്ക് പോയി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കേന്ദ്ര കാർഷിക സഹമന്ത്രി ഭഗീരഥ് ചൗധരി വ്യക്തമാക്കി. ഭാരതീയ കിസാൻ യൂണിയൻ ഏകത, കിസാൻ മസ്ദൂർ മോർച്ച, സംയുക്ത കിസാൻ മോർച്ച, നോൺ പൊളിറ്റിക്കൽ എന്നിങ്ങനെ പഞ്ചാബിൽ മാത്രം വേരോട്ടമുള്ള ഒരു വിഭാഗം കർഷക സംഘടനകളാണ് ഡൽഹി ചലോ മാർച്ചിന് ആഹ്വാനം ചെയ്തത്. കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് സമരം. രാജ്യതലസ്ഥാനത്തെത്തി അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനാണ് പ്രതിഷേധക്കാരുടെ ഉദ്ദേശമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും അതിർത്തിയായ ശംഭുവിൽ ബാരിക്കേഡുകൾ തീർത്ത് മാർച്ച് തടഞ്ഞത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചവർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. പ്രതിഷേധക്കാരിൽ ഒരാളുടെ കയ്യിൽ തോക്ക് കണ്ടതായി പോലീസ് പറയുന്നു. एक सेकंड सर, एक सेकंड बताओ, हम बिल्कुल शांतिपूर्वक हैं, ये हथियार लेके आए हुए कर्मी। अच्छा क्या हथियार है ये बताओ। अभी कोई हथियार नहीं है, कोई हथियार नहीं है, मीडिया कर ये झूठ बोल रहा है, कोई हथियार नहीं है। സമരം താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്നും കൂടുതൽ ചർച്ചകൾക്ക് ശേഷം തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. അതേസമയം കർഷകരുമായുള്ള ചർച്ചയ്ക്കായി ഡൽഹിയിൽ വാതിലുകൾ തുറന്നിട്ടേക്കുന്നതായി പറഞ്ഞ കാർഷിക സഹമന്ത്രി ഭഗീരഥ് ചൗധരി കർഷകർ ആവശ്യപ്പെടുന്ന പക്ഷം അവർക്കിടയിലേക്ക് പോയി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കൂട്ടിച്ചേർത്തു. किसान उनकी क्या समस्या है और कौन उसको सोल्व कर सकता है, कौन सा मंत्रालय क्या है, आके वो संवाद करे, बातचीत करे, उनके लिए दरवाजे खुले हैं। नहीं तो मैं भी उनका भाई हूँ, क्या समस्या है हमारे कोई बातचीत करे तो हम खुद उनसे वो आने के लिए उनके लिए दरवाजे खुले हैं, आकर वो बातचीत करें। अरे यदि वो बुलाए तो हम उनके बीच में जाने के लिए तैयार हैं। ഹരിയാന അതിർത്തി നഗരമായ അംപാലയിൽ നിരോധനാജ്ഞ തുടരുകയാണ്. ഡൽഹിയിൽ അക്രമം നടത്തിയവർക്കെതിരായ പോലീസ് കേസുകൾ പിൻവലിക്കുക, കർഷകരുടെ മുഴുവൻ കടവും എഴുതിത്തള്ളുക, മുഴുവൻ വിളകൾക്കും മിനിമം താങ്ങുവില തുടങ്ങിയ ആവശ്യങ്ങളാണ് ഒരു വിഭാഗം കർഷക സംഘടനകളുടെ പ്രതിഷേധത്തിന് പിന്നിൽ. ജനം, ഡൽഹി.